അനൂപ്, ഇക്കാര്യത്തിൽ ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞത് ഈ വോയിസ് ക്ലിപ്പ് എങ്ങനെ പുറത്തേക്ക് വന്നു, എന്താണ് അതിൻ്റെ പിന്നിലുള്ള ഗൂഢാലോചന എന്ന കാര്യമാണ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നത്. അതല്ലാതെ ആ വോയിസ് ക്ലിപ്പിൻ്റെ ഉള്ളടക്കത്തിൽ പറയുന്ന അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കാനല്ല എന്നാണ്. ഇക്കാര്യത്തിൽ അങ്ങനെ ഒരു ആക്ഷേപമുണ്ട് എങ്കിൽ ഒരു പരാതി വേണ്ടേ ശ്രീ വി ആർ അനൂപ്? അങ്ങനെ ഒരു പരാതി ഉണ്ടോ കോൺഗ്രസിന്, അല്ലെങ്കിൽ ഏതെങ്കിലും ബാർ ഉടമകൾക്ക്? കോൺഗ്രസിനെ സംബന്ധിച്ച് ഇവിടെ വളരെ അസാധാരണമായ ഒരു വെളിപ്പെടുത്തലാണ് ഉണ്ടായിരിക്കുന്നത്. CPM-ന്റെ LDF-ന്റെ ഭരണമുന്നണിയുടെ രാഷ്ട്രീയമായി തീരുമാനിക്കേണ്ട ഒരു നയത്തിൽ വേറൊരു തരത്തിലുള്ള ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. കഴിഞ്ഞ തവണ ഉമ്മൻചാണ്ടി സർക്കാരുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളുമായി ബന്ധപ്പെടുത്തി വേണം നമ്മൾ ഇതിനെ പരിശോധിക്കാൻ. അന്ന് കൃത്യമായി അത്തരം ഒരു മണി ട്രാൻസാക്ഷൻ ഉണ്ടായതായി ആ നയത്തിൽ പ്രതിഫലിച്ചിട്ടില്ല. ആ നയം നടപ്പിലാക്കപ്പെട്ടിട്ടില്ല. ആ നയത്തെ സ്വാധീനിക്കാനുള്ള ചില പരിശ്രമങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടായതെങ്കിൽ ഇപ്പോൾ അതിനേക്കാൾ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. അന്ന് KM മാണിയുടെ വീട്ടിലാണ് നോട്ടെണ്ണുന്ന മെഷീൻ ഉള്ളത് എന്ന് പറഞ്ഞിരുന്ന ആളുകൾക്ക് ഇന്ന് എവിടെയാണ് അത്തരം മെഷീൻ ഉള്ളത്? ഒന്ന് ഇടപെട്ടോട്ടെ. നോക്കൂ, നമ്മളിങ്ങനെ ഉപരിപ്ലവമായി സംസാരിച്ചിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പുറം കാര്യങ്ങൾ മാത്രം നിലനിർത്തിയിട്ടോ കാര്യമില്ല. CPM ഇക്കാര്യത്തിൽ ആവശ്യപ്പെടുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ. താങ്കൾ കോൺഗ്രസ് പ്രതിനിധി ആയതുകൊണ്ടാണ് ആ കാര്യം ചോദിക്കുന്നത്. ഇക്കാര്യത്തിൽ അങ്ങനെ ഒരു ആക്ഷേപം ആർക്കെങ്കിലും ഉണ്ടോ, അഴിമതി നടന്നു എന്നുള്ളത്? ശരിയാണ്, ഒരു ഓഡിയോ ക്ലിപ്പ് ഉണ്ട്. ആ ഓഡിയോ ക്ലിപ്പിൻ്റെ പുറത്ത് ഞാൻ ഉദ്ദേശിച്ചത് ഇതാണെന്ന് പറഞ്ഞ് അയാൾ ക്ലാരിഫൈ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അക്കാര്യത്തിൽ MP രാജേഷ് എന്ന് പറയുന്ന എക്സൈസ് മന്ത്രിക്കൊരു പരാതിയുണ്ട്. ആ പരാതി എന്താണ്? ഇതിൻ്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്നാണ്. ആ പരാതി പോലീസ് ചീഫിന് എഴുതി കൊടുക്കുന്നു. പോലീസ് ചീഫ് അത് ക്രൈംബ്രാഞ്ചിന് കൈമാറുന്നു. ക്രൈംബ്രാഞ്ച് അക്കാര്യത്തിലുള്ള ഗൂഢാലോചന അന്വേഷിക്കുകയാണ്. കോൺഗ്രസിന് അക്കാര്യത്തിൽ ആക്ഷേപമുണ്ടെങ്കിൽ സാധാരണഗതിയിൽ ചെയ്യാറുണ്ടല്ലോ. രമേശ് ചെന്നിത്തല കോടതിയിൽ പോകാറുണ്ട്, അല്ലെങ്കിൽ VD സതീശന് കോടതിയിൽ പോകാൻ സാധിക്കും. അങ്ങനെ ഒരു ആക്ഷേപം ഉണ്ടോ പരാതിയായി രേഖാമൂലം സംസ്ഥാന സർക്കാരിൻ്റെ മുമ്പിൽ, പോലീസിൻ്റെ മുമ്പിൽ? അല്ല, അത് താങ്കൾ ഉന്നയിക്കുന്നത്, താങ്കൾ ചോദിക്കുന്നത് നിയമപരമായി എന്ത് കോൺഗ്രസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് കോൺഗ്രസ് ആലോചിച്ച് വിശദമായി അത്തരം നടപടികൾ സ്വീകരിക്കും. അത് ഈ പറയുന്ന കേസിൽ കൈക്കൂലി കൊടുത്ത ആൾക്ക് പരാതി ഉണ്ടോ എന്നുള്ള ബാലിശമായ ചോദ്യമാണ് അങ്ങ് ഉന്നയിക്കുന്നത്. ഇതിനകത്ത് അങ്ങനെ ബാലിശമായ ചോദ്യമല്ല ശ്രീ വി ആർ അനൂപ്. ഇതിൽ ഇപ്പോൾ അനിമോൻ എന്ന് പറയുന്ന ഇടുക്കി ജില്ലയിലെ ബാർ ഉടമകളുടെ അസോസിയേഷൻ പ്രസിഡന്റ് ആർക്ക് കൊടുത്തു പണം എന്ന് വിശദമാക്കുന്നില്ല ആദ്യത്തെ ക്ലിപ്പിൽ. അല്ല, ചോദ്യം ചോദിക്കുമ്പോൾ ബാലിശമാണെന്നോ അല്ലെങ്കിൽ അത് എന്തെങ്കിലും രാഷ്ട്രീയ ഉദ്ദേശമാണെന്നോ സ്വാഭാവികമായും ആക്ഷേപിക്കാം. അക്കാര്യത്തിൽ മറുപടി ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അങ്ങ് ചോദിക്കുന്നത് ഇതിനകത്ത് പരാതിക്കാരുണ്ടോ എന്നല്ലേ? അതെ. ഇതിനകത്ത് കോൺഗ്രസ് പരാതിക്കാരനായി ഉണ്ടോ എന്നല്ല അങ്ങയുടെ ചോദ്യം. ആരെങ്കിലും പരാതിക്കാരനായിട്ടുണ്ടോ? ഇതിനകത്തുള്ള പരാതി എന്താണ്? അല്ലെങ്കിൽ പരാതി ഒന്നാമത്തെ ചോദ്യം പരാതി എന്താണെന്നാണ്. രണ്ടാമത്തെ ചോദ്യം പരാതിക്കാരനുണ്ടോ എന്നാണ്. മൂന്നാമത് ആർക്കെതിരെയാണ് പരാതി എന്നാണ്. അല്ല, ഇത് നിലനിൽക്കുന്ന ഭരണ സംവിധാനത്തിൽ അഴിമതി നടത്താനുള്ള വലിയ പരിശ്രമം നടന്നു എന്നുള്ള പരാതി വളരെ വ്യക്തമല്ലേ? നിങ്ങൾ ഇതിനെ ലീഗാലിറ്റിയുടെ സാങ്കേതികത പറഞ്ഞ് താങ്കളുടെ പോലൊരു മാധ്യമ പ്രവർത്തകനെ ന്യായീകരിക്കുന്നത് ശരിയാണോ? ഇതിനകത്ത് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്താ? ബാർ ഉടമകളുടെ സംഘടനയുടെ പ്രസിഡന്റ് ആവശ്യപ്പെട്ടിരിക്കുകയാണ് കോഴ കൊടുക്കണമെന്ന്. ഇതിനകത്ത് ബാർ ഉടമകൾ ആരെങ്കിലും പരാതിക്കാരായി പോകുമെന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ? അപ്പൊ ഇതിനകത്ത് രണ്ട് കക്ഷികളും തമ്മിൽ പരാതിയില്ലെങ്കിൽ Debate with MV Nikesh Kumar.